ഈ വാഹനത്തിൻ്റെ ഉടമയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. അപകടത്തിനിടയാക്കിയ മറ്റു സാഹചര്യങ്ങളിലും പരിശോധന നടക്കും. ഒരു സമഗ്രമായ അന്വേഷണം പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. പ്രതികരണങ്ങളിലേക്ക്. ക്യാബ് എന്ന് പറഞ്ഞ ഫെസിലിറ്റിയാണ് നമുക്ക് സ്റ്റേറ്റിലുള്ളത്. റെൻ്റ് ക്യാബ് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് വാഹനം എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാൻ നിയമമുണ്ട്. പക്ഷേ ഇതങ്ങനല്ല. ഇത് അൺഓതറൈസ്ഡ് ആയിട്ട് ഒരാൾ സ്വകാര്യ വണ്ടി വാങ്ങിച്ചിട്ട് ഇഷ്ടം പോലെ ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഡ്രൈവ്സ് നടത്തുന്നുണ്ട്. അത് നിർത്തണം. അത് അദ്ദേഹത്തിന് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വിളിച്ചിരുന്നു, കിട്ടിയില്ല. പോലീസ് പ്രൈമറി ഏജൻസി എന്ന നിലയിൽ പോലീസ് തന്നെ എടുക്കും. അൺഓതറൈസ്ഡ് ആണ് എന്ന് മോട്ടോർ വാഹന വകുപ്പ് തന്നെ പറയുന്നു. ഒരു വാഹനം, സ്വകാര്യ വാഹനം വാങ്ങുക, അതിനുശേഷം അത് റെൻ്റ് കാർ ബിസിനസ്സിനായി അങ്ങ് കൊടുക്കുക, അതിന് നിയമപരമായി ഒരു പ്രാബല്യവുമില്ല, നിയമപരമായി ഒരു പരിഗണനയും ഒരു പരിരക്ഷയും ഇല്ലാത്തതാണ് അത്തരം ബിസിനസ്സുകൾ. അത് ഔദ്യോഗികമായി അല്ലെങ്കിൽ നിയമപരമായി എല്ലാ അനുമതിയോടും കൂടി നടത്തുന്നതുണ്ട്. ഇവിടെ ആലപ്പുഴയിലെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാൻ അത് നിയമപരമായി യാതൊരു അംഗീകാരവും ഇല്ലാതെയാണ് ആ ബിസിനസ് നടത്തിയത് എന്നാണ് ഇപ്പോൾ RTO സൂചിപ്പിച്ചിരിക്കുന്നത്. മനീഷ്, അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉദ്യോഗസ്ഥർ തന്നെ വരുത്തിയിട്ടുണ്ട്. നിയമപരമായി അല്ല ആ ബിസിനസ് അവിടെ നടന്നത് എന്നത് അദ്ദേഹം തന്നെ ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. അതിലൊരു പക്ഷേ പോലീസായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അല്ലേ? വിജയകുമാർ, ഇപ്പോൾ ഇത് സംബന്ധിച്ച് നിയമ നടപടി എടുക്കേണ്ട എൻഫോഴ്സ്മെന്റ് RTO രമണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കേരളത്തിലെ സീനിയറായ ഒരു RTO ഉദ്യോഗസ്ഥനാണ്. സാർ, ഇത് സംബന്ധിച്ച് ഈ വാഹനം വാടകയ്ക്ക് നൽകിയ ആൾക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി ഇപ്പോൾ ഇയാൾ ഹാജരായിട്ടുണ്ടോ? ഹാജരായിട്ടില്ല. വാടകയ്ക്ക് നൽകിയെന്ന് പറയുന്ന ബസ്സിൻ്റെ ഉടമസ്ഥനെ നേരിൽ ഹാജരാകാനായിട്ട് പിന്നെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഖാന്തരം ഹാജരാകാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നേരിട്ട് ഹാജരാകും. നേരിട്ട് ഹാജരായതിനു ശേഷം അയാളുടെ മൊഴിയെടുക്കണം. മൊഴിയെടുത്തതിന് ശേഷം മാത്രമാണ് അയാൾക്കെതിരെ നടപടി എന്താണ് സാധ്യത എന്ന് പരിശോധിക്കണം. നിയമത്തിനകത്ത് ഇയാൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമവിരുദ്ധമാണ്. ഇയാൾക്കെതിരെ മുൻകാലങ്ങളിൽ ചില പരാതികൾ വന്നിട്ടുണ്ട്. ഇയാൾ രാത്രികാലങ്ങളിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ടാക്സി ജീവനക്കാരടക്കം പരാതി നൽകിയത് ലഭിച്ചിട്ടുണ്ടോ? നേരിട്ട് ഇതിനു മുൻപ് പരാതി എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഇനി പരിശോധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിയമവിരുദ്ധമായി ഇയാൾ ഇങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ അയാളുടെ വാഹനത്തിനെതിരെ കർശനമായ നടപടി ഉണ്ടാവും. ഈ ഒരു വാഹനം മാത്രമേ ഉള്ളൂ? ഇതുപോലെ നിരവധി വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ? അതും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിൽ അത് ഇയാളെ വിളിച്ചു വരുത്തിയ ശേഷം അത് പരിശോധിച്ച ശേഷം നടപടി എന്താണെന്നുള്ള സാധ്യത പരിശോധിക്കുമെന്നാണ് ഇത് സംബന്ധിച്ച് നിയമ നടപടി എടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO രമണനെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഈ സഞ്ജു ടെക്കി വിഷയത്തിലൊക്കെ തന്നെ കൃത്യമായി നടപടിയെടുത്ത ഉദ്യോഗസ്ഥനാണ്. വാഹനത്തിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി യാത്ര നടത്തിയ യൂട്യൂബറായിട്ടുള്ള സഞ്ജു ടെക്കിക്കെതിരെ നടപടിയെടുക്കാൻ മുൻകൈയെടുത്ത അതിന് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മുൻകാലങ്ങളിലടക്കം ഇത്തരത്തിൽ ഇങ്ങനെ വാഹനങ്ങൾ പൊതുനിരത്തിൽ യഥേഷ്ടം യുവാക്കൾക്കും ചെറുപ്പക്കാർക്കും ഏത് രീതിയിലും ഉപയോഗിക്കാൻ വേണ്ടി സൗകര്യമൊരുക്കുന്ന ഒരു വലിയ മാഫിയ അല്ലെങ്കിൽ ആ രീതിയിൽ വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. അത് ഒരു തരത്തിൽ സമൂഹത്തിന് വലിയ അപകടം ഉണ്ടാക്കുന്നു, മറ്റൊരു തരത്തിൽ ടാക്സി ജീവനക്കാരുടെ വയറ്റത്തടിക്കുന്നു. പക്ഷേ അതിനൊന്നും കാലാകാലങ്ങളായി കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല. നമുക്ക് മനസ്സിലാകുന്ന നിയമ വ്യവസ്ഥയിലെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അവർ മൊഴിയെടുത്താൽ പിന്നീട് അത് കോടതിയിലെത്തുമ്പോൾ അത് വാദപ്രതിവാദങ്ങളിൽ പിന്നീട് ഇവർ കുറ്റവിമുക്തരാകുന്ന കാഴ്ച പോലും ഇതിന് മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി കൂടി വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരമാണ്. നമുക്ക് അവരുടെ വിവരങ്ങൾ മന്ത്രി പറഞ്ഞിട്ടില്ല. ആലപ്പുഴ എടത്വ സ്വദേശി ആൽവിൻ്റെ അവസ്ഥ ക്രിട്ടിക്കലാണ് എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി പങ്കുവയ്ക്കുന്നത്. ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നു. അതിന് വേണ്ട സൗകര്യം ആലപ്പുഴ മണ്ടാനം മെഡിക്കൽ കോളേജിൽ ന്യൂറോ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് മറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കും. അല്ലാതെ ഇവിടുന്ന് മാറ്റാനുള്ള രീതിയിലേക്ക് ഇപ്പോൾ ആലോചനയില്ല. ന്യൂറോ സംബന്ധമായ ചികിത്സ, അത്തരത്തിലുള്ള വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ ടീം ഉള്ളത്. അങ്ങനെ സർവ്വസജ്ജമായി 24 മണിക്കൂറും ക്രിട്ടിക്കൽ കെയർ വിഭാഗം, തീവ്രപരിചരണ വിഭാഗത്തിൽ ഈ വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെ 2 പേരുടെ നില മാത്രമാണ് ഗുരുതരമായിട്ടുള്ളത്. ബാക്കി 3 പേരിൽ ഒരാളുടെ പരിക്ക് വളരെ നിസ്സാരമായിരുന്നു. അയാൾ മറ്റു കുഴപ്പങ്ങളില്ല. മറ്റു 2 പേരും ആശുപത്രിയിൽ തന്നെ ചികിത്സയിലുണ്ട്. അങ്ങനെ 5 പേരാണ് ആകെ ചികിത്സയിൽ ആലപ്പുഴ മണ്ടാനം മെഡിക്കൽ കോളേജിലുള്ളത്. ഇപ്പോൾ ഇവിടെ പൊതുദർശനം അവസാനിച്ച ശേഷം എല്ലാവരുടെയും മൃതദേഹം അവരുടെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.
വിജയകുമാർ. ശരി, മനീഷ് സൂചിപ്പിച്ചതുപോലെ പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട്. ആരോഗ്യമന്ത്രി നേരത്തെ അത് സൂചിപ്പിച്ചു. പരമാവധി നൽകാൻ പറ്റാവുന്ന എല്ലാ ചികിത്സയും അവിടെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ നൽകും. ഏതെങ്കിലും ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയൊന്നുമല്ല. അതിൻ്റെ സാഹചര്യവുമില്ല. മുഴുവൻ ചികിത്സയും അവിടെ തന്നെ നൽകും എന്നാണ് ആരോഗ്യമന്ത്രിയും അറിയിച്ചിരിക്കുന്നത്.